ഇന്ന് മിക്കവാറും വീടുകളിൽ ചെറിയൊരു അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാവും. ആ തോട്ടത്തിലൊരു കറിവേപ്പില ചെടി സാധാരണയാണല്ലേ. വീടിൻ്റെ പരിസരത്തായാലും പറമ്പിലും കറിവേപ്പില ചെടി നട്ടു വളർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏറെ പേർ വിശ്വസിക്കുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം. വീട് പണിയുമ്പോഴും വീടൊരുക്കുമ്പോഴും വാസ്തുവിന് വലിയൊരു പ്രാധാന്യം നൽകുന്നവരുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് കറിവേപ്പില. ഈ ചെടി നടുന്നതിന് വാസ്തുശാസ്ത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. കറിവേപ്പില ശരിയായ ദിശയിൽ നടുന്നത് ചെടിക്ക് ആരോഗ്യം നൽകുന്നതിനോടൊപ്പം കുടുംബത്തിന് സമൃദ്ധിയും പ്രാധാന്യം ചെയ്യുന്നു. ശരിയായ ദിശയിൽ നട്ടില്ലെങ്കിൽ ദോഷം ഭവിക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും ഇടയാക്കും. അതിനാൽ തന്നെ കറിവേപ്പില നടുന്നതിനുള്ള ശരിയായ ദിശ ഏതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പിൻ്റെ ചെടിയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും നോക്കാറില്ല. വീടിൻ്റെ പല സ്ഥലത്തും നമ്മൾ കറിവേപ്പ് ചെടി കൊണ്ടുപോയി വെക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് പിടിച്ചു വരും, ചിലപ്പോൾ അത് ഉണങ്ങിപ്പോവാനുണ്ട്. പക്ഷെ നമ്മളത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാനായിട്ട് ഇടയാകും. അപ്പോൾ വീട്ടിൽ കറിവേപ്പില നടുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം പടിഞ്ഞാറ് ദിശയാണ്. കറിവേപ്പില ഉണങ്ങിപ്പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യമായിട്ട് കറിവേപ്പ് വെക്കുന്നവർ കറിവേപ്പ് എപ്പോഴും പടിഞ്ഞാറ് ദിശയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ചെടി ഉണങ്ങിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം 3 നേരമാണെങ്കിലും നല്ല വെയിലുള്ള സമയത്ത് 2-3 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നത് അങ്ങനെ കുടുംബങ്ങൾക്ക് തമ്മിലുള്ള വഴക്കിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിക്കും. അതായത് കറിവേപ്പ് ഉണങ്ങിപ്പോയാൽ. കറിവേപ്പിലയുടെ അരികിലായി മറ്റ് ചെടികൾ നട്ടു വളർത്താൻ പാടില്ല. കൂടാതെ പുളിമരത്തിന് സമീപത്തായി കറിവേപ്പ് വളർത്തുന്നതും പാടില്ല. ഇത് വീടിൻ്റെ സാമ്പത്തിക ഭദ്രതയെ താളം തെറ്റിക്കുമെന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. ശരിയായ ദിശയിൽ കറിവേപ്പ് നട്ടു വളർത്തുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സഹായിക്കുന്നു. വീടിനുള്ളിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടുപകരണങ്ങളും മറ്റും ക്രമീകരിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് വീടിന് പുറത്ത് എന്തൊക്കെ ചെടികളും മറ്റും നടണമെന്നുള്ളത്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും വീട്ടിൽ ദാരിദ്ര്യം മാറി ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിനും വാസ്തുശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്ന ഒരു ചെടിയാണ് കറിവേപ്പില ചെടി. മിക്കവാറും വീടുകളിൽ സുലഭമായി കാണുന്ന ചെടിയാണിത്. കാരണം നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും മുടി വളർച്ചയ്ക്കാണെങ്കിലും അങ്ങനെ പല സ്കിൻ കെയറിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ചെടി നട്ടു വളർത്താറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇലച്ചെടി കൃത്യമായ സ്ഥലത്ത് നട്ടു വളർത്തിയില്ലെങ്കിൽ ദുരിതങ്ങൾ വിട്ടൊഴിയില്ല. ദോഷകരമായ ഘടകങ്ങളെ ഒഴിവാക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ്. എന്നാൽ വാസ്തുശാസ്ത്രം വീടിൻ്റെ അതിർത്തിക്ക് പുറത്തായാണ് ചെടി നടണമെന്നാണ് പറയുന്നത്. വീടിനോട് ചേർന്ന് ഈ ചെടി നടരുതെന്നും പറയാറുണ്ട്. കറിവേപ്പ് പൂവിടുന്നതിന് മുന്നേ തന്നെ ഓടിക്കണം. പൂവായിട്ട് നമ്മൾ വളർന്നു വന്നാൽ ചെടി മുരടിച്ച് പോകുന്ന പറയുന്നത്. അതുകൊണ്ട് പൂക്കൾ വരുന്ന സമയത്ത് നമ്മൾ പൂക്കളെല്ലാം നുള്ളി കൊടുക്കണം. അതുപോലെ തന്നെ കമ്പൊടിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കിളിർത്ത് പുതിയ പുതിയ ശിഖരങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ ചെടി നടുന്നതിൻ്റെ ദിശകളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ പല രീതിയിലുള്ള ആപത്തുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയായ ഈശാന കോണിൽ കറിവേപ്പില നടാൻ പാടില്ല. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയായ കന്നി മൂലയിലും കറിവേപ്പില നടുന്നത് ദോഷകരമാണ്. തെക്ക് കിഴക്ക് മൂലയിലും ഈ ചെടി നടാൻ പാടില്ല. നടാൻ പാടുന്ന സ്ഥലം വീടിൻ്റെ പടിഞ്ഞാറ് ദിശയാണ്. കറിവേപ്പില നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം അതാണ് പടിഞ്ഞാറ് ദിശ. ഈ ദിശയിൽ കറിവേപ്പില നടുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നൽകും. കൂടാതെ കറിവേപ്പില നേരിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്നതും ദോഷകരമാണ്. ആർക്കും നമ്മൾ കമ്പുകൾ ഒടിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ കറിവേപ്പില ചെടി നടുന്ന സമയത്ത് അവിടെ അഴുക്കുകളോ അഴുക്ക് വെള്ളങ്ങളോ ഒന്നും വീഴാത്ത സ്ഥലങ്ങളായിരിക്കണം. അത്ര ശുദ്ധമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ കറിവേപ്പിൻ്റെ ചെടി നട്ട് വളർത്തേണ്ടത്. കറിവേപ്പിലയ്ക്ക് താഴെ അഴുക്കുവെള്ളം വീഴുന്നില്ല എന്ന് ഉറപ്പാക്കുക. വീട്ടിലെ അടുക്കളയിലെ സിങ്കിൽ നിന്നുള്ള വെള്ളം ഒഴുകി വീഴുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അലക്കിയ വെള്ളങ്ങൾ ഒഴിക്കുക അങ്ങനെയുള്ള ഭാഗത്തൊന്നും നമ്മുടെ കറിവേപ്പിൻ്റെ ചെടി നട്ട് വളർത്താൻ പാടില്ല. അല്ലാത്ത പക്ഷം വീട്ടിൽ കലഹം പതിവാകും. വീട്ടിലുള്ളവരുടെ ഐക്യം തകരാനും ഇത് കാരണമാകും. നമ്മുടെ കറിവേപ്പില ചെടി എപ്പോഴും ആരോഗ്യത്തോടെ വളരാനും കീടബാധ വരാതിരിക്കാനും കൃത്യമായ പരിചരണം നൽകണം. മാത്രമല്ല കീടബാധ കണ്ടാൽ ഉടൻ തന്നെ ആ ഭാഗം നീക്കം ചെയ്യേണ്ടതാണ്. കറിവേപ്പിലയുടെ അരികിൽ മറ്റു ചെടികളിൽ വെച്ച് പിടിപ്പിക്കരുത്. പുളിമരവും കറിവേപ്പിലയും അടുത്തടുത്ത് വളർത്താൻ ഒരിക്കലും പാടില്ലാത്തതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ആഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയുടെ ആവശ്യം വരാറുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഇലകൾ ഊർത്തിയെടുക്കാൻ പാടില്ല. പകരം ഇലകൾ ഒടിച്ചെടുക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നീട് വരുന്ന കമ്പുകൾ പെട്ടെന്ന് പൊടിച്ചു വരുന്നതാണ്. പിന്നെ നമ്മുടെ ചെടിയിൽ പൂക്കളും കായ്കളും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഭാഗത്ത് ചെടി പെട്ടെന്ന്
പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ആ ഭാഗം പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റുക. പൂക്കളായി വരുന്ന സമയത്തും കായ്കളൊക്കെ ആയിരുന്ന സമയത്ത് തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർച്ച നന്നായിട്ട് വരും. അതല്ല പൂക്കൾ കായ്കൾ നല്ലോണം നിന്ന് അത് മുരടിച്ച് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിയായ ദിശയിൽ കറിവേപ്പില നടുന്നത് വഴി നെഗറ്റീവ് എനർജി ഇല്ലാതാകുകയും പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ചെയ്യും. ലക്ഷ്മി ദേവിയുടെ കൃപയിൽ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കറിവേപ്പില നല്ല രീതിയിൽ നട്ടു വളർത്തുക. നല്ല ദിശയിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറ് ദിശയിൽ തന്നെ വളർത്താൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കറിവേപ്പിലിൻ്റെ പല രീതിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. എങ്ങനെ കമ്പ് നട്ട് വളർത്താമെന്നും എന്തൊക്കെ വളം കൊടുക്കാമെന്നും എല്ലാ രീതിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം.